എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കുള്ള നടന്ന 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നോക്കുക, 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം? നമുക്കറിയാം 1 തൊട്ട് 10 വരെയുള്ള ഗുണിതങ്ങളിൽ എഴുതുമ്പോൾ 70 വരെയുള്ളതിൽ 10 എണ്ണാണെന്ന്. ഇങ്ങനെയാണ് നമുക്ക് ഗുണന പട്ടിക അറിയാം അല്ലേ? 7 7 7 14 7 21 അങ്ങനെ നോക്കുമ്പോൾ 17 70 വരും. അപ്പൊ 10 എണ്ണം അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ 70 കഴിഞ്ഞ പിന്നെ ഏതൊക്കെ ഉണ്ടാവും? 70 കഴിഞ്ഞ 77 വരും, പിന്നെ 7 കൂട്ടിയ 84, പിന്നെ 7 കൂട്ടിയ എന്താണ് 91, പിന്നെ 7 കൂട്ടിയ 98. അപ്പൊ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പൊ 10ഉം 4ഉം 14 എണ്ണാണ് വരിക. 7ന്റെ ഗുണിതങ്ങൾ 1നും 100നും ഇടയ്ക്കുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ബി സി ഡി എന്നീ വരകൾ സമാന്തരങ്ങളാണ് എങ്കിൽ എക്സ് ഡിഗ്രി ഈക്വൽ ടു, അതായത് രണ്ട് സമാന്തര രേഖകളെ ഒരു ഛേദകം കണ്ടിക്കുകയാണ് ഇത് അല്ലെ. അപ്പൊ ഈ കോണ് 70 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ കോണും തുല്യമായിരിക്കും. അപ്പൊ 70 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഈ കോണ് 70 ആണ് വെച്ചെങ്കിൽ ഈ കോണ് എത്രയാവും? അതായത് ഇത് മുഴുവൻ ഉള്ളത് രേഖീയ ജോഡിയാണ്. അപ്പൊ 180 ഡിഗ്രി ആവും, 180 ഡിഗ്രി ആവും. അപ്പോൾ 70ഉം 110ഉം കൂടിയാലാണ് 180. അപ്പൊ ഈ കോൺ എത്രയാവും? 110 ഡിഗ്രി ആവും. ഈ കോണ് 110 ഡിഗ്രി ആണ് വെച്ചെങ്കിൽ ഈ കോൺ എത്രയാവും? ഇതും ഇതും രേഖീയ ജോഡിയാണ് അല്ലെ. അപ്പൊ ഇത് എന്താവും? 70 ഡിഗ്രി ആവും. ഇനി ഇതൊരു ത്രികോണാണ് അല്ലെ. ത്രികോണത്തിലെ രണ്ട് കോണുകള് 70ഉം 30ഉം തന്നിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാൻ എന്താണ്? ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 180ന്ന് 70ഉം 30ഉം 100 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര ഡിഗ്രി എന്ന് കിട്ടും? 80 ഡിഗ്രി. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത്? പൈതഗോറിയൻ ത്രയങ്ങളാവണമെങ്കിൽ രണ്ട് അളവുകളുടെ തുക മൂന്നാമത്തെ അളവിനേക്കാൾ കൂടുതലായിരിക്കണം, എങ്കിലാണ് അത് പൈതഗോറിയൻ ത്രയങ്ങളാവുക. അപ്പൊ 3 4 കൂടിയ 7, 7 5 വലുതാണോ? അതെ. 6ഉം 8ഉം കൂടി കൂട്ടിയ 14, 14 10 കൂടുതലാണോ? അതെ അല്ലെ. ഇനി 12ഉം 16ഉം 28, 28 20 കൂടുതലാണോ? അതെ. അപ്പൊ ഇത് നോക്കൂ, 1 2 3, 3 5 കൂടുതലാണോ? അല്ല. അപ്പൊ ഏതാണ് ആൻസർ? ത്രയങ്ങളിൽ പെടാത്തത് സി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? അതായത് എ ബി സി ഡി ഒരു സമചതുരമാണെന്ന് പറഞ്ഞുണ്ടോ? ഉണ്ട്. അതിന്റെ ഇവിടെ ഒരു വശം ഇവിടെ ഒരു വശം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് 90 ഡിഗ്രി അല്ലേ. അപ്പൊ ഇതൊരു മട്ടത്രികോണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ലേ? മട്ടത്രികോണത്തിന്റെ പാദവും എന്തും തന്നിട്ടുണ്ട്? ലംബും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കർണം എങ്ങനെയാ കാണുക? ഇത് കർണമാണ് അല്ലെ. കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പൊ കർണം എങ്ങനെയാ കാണുക? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അത് എത്രയാണ് വരിക? പാദം ലംബവും എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 2 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അത് എത്രയാണ്? റൂട്ട് ഓഫ് 4ഉം 4ഉം 8 അല്ലെ. 8ല് 4 × 2 അല്ലേ 8. അപ്പൊ നമുക്ക് 4നെ പുറത്തേക്ക് എടുക്കുമ്പോ 2 റൂട്ട് 2 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ? 2 റൂട്ട് 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10⁵ ഇൻറ്റു 10�6 ബൈ 10�7 ഇൻറ്റു 10�8. ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു വാക്യമുണ്ട്. a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. ഇനി വേറൊരു വാക്യം കൂടി അറിയണം. a⁻m ബൈ a⁻n എന്ന് പറഞ്ഞാൽ a⁻m−n എന്ന് ഓർമ്മ വേണം. അപ്പൊ ഇതിൽ നോക്കൂ, 10⁵ ഇൻറ്റു 10�6 എത്രയാവും? 10⁵5 + 6. അതെത്രയാണ്? 10⁻11. ഇനി മുകളില് 10⁻11 വന്നു.
ഇനി താഴെ എന്താണ് വരിക? 10/7 ഇൻറ്റു 10/8 ആവുമ്പോൾ 10/7 പ്ലസ് 8 അതെത്രയാണ്? 10/15. ഇനി a/m/a/n വഴി 10/11 മൈനസ് 15 എന്ന് വരും അല്ലെ? അപ്പൊ ഇത് വരും 10/-4. -4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10/4 ആണ്. 1/10/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ഇടണം? 4 പൂജ്യം ഇടണം. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ഇവിടെ ഒരു ഇങ്ങനെ വരയ്ക്കണം, അതിനായിരിക്കും നമ്മൾ ഒഴിവാക്കി ഉണ്ടാവുക. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ √16 ആദ്യം ചെയ്യണം. അപ്പൊ 4 എന്ന് കിട്ടും. 21 4 25. 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. അപ്പൊ 4 5 9. 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? 3. അപ്പൊ 1 3 4. 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 വരും. പക്ഷെ ഇത് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 999 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു. ഇതെങ്ങനെയാ ചെയ്യുക? x² മൈനസ് y² എന്ന് പറയുന്ന ഫോർമുല ആണ് ഇത് അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? x+y ഇൻറ്റു x മൈനസ് y ആണ് x² മൈനസ് y². അതായത് നമുക്ക് ഇതിനെ എന്താ എഴുതാം? 999 പ്ലസ് 1 ഇൻറ്റു 999 മൈനസ് 1 എന്ന് എഴുതാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കാരണം 999 ഇൻറ്റു 999 കാണുക, എന്നിട്ട് 1 മൈനസ് ചെയ്യുക. അത് ഒരിക്കലും ചെയ്യരുത്. കൂടുതൽ സമയം പോവും അതിന്. അപ്പൊ ഇങ്ങനെയുള്ളത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. x+y ഇൻറ്റു x മൈനസ് y എന്നുള്ളതാക്കുക. അപ്പൊ നമുക്കറിയാം ഇത് എന്താവും? 1000 ആവും അല്ലെ? ഇവിടെ എന്താവും? 998 ആവും. 998 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 998 കഴിഞ്ഞ് 3 പൂജ്യം. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2/1000 മൈനസ് 2/999. ഈ 2/1000 ഞാൻ എങ്ങനെ എഴുതി? 2/999 പ്ലസ് 1 എന്ന് എഴുതിയൂടെ? ഉവ്വ് അല്ലെ? അപ്പൊ 2/999 പ്ലസ് 1 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2/999 ഇൻറ്റു 2/1 ആണ് അല്ലെ? അപ്പൊ ഈ 2/1000 ഞാൻ എന്ത് എഴുതി? 2/999 ഇൻറ്റു 2/1 എന്ന് എഴുതി. മൈനസ് 2/999. അപ്പൊ ഇതിന്ന് 2/999 നമുക്ക് പുറത്തേക്ക് എടുത്തൂടെ? ഉവ്വ്. അപ്പൊ ഇവിടെ എന്ത് ബാക്കി വരും? 2/1 വരും. ഇവിടെ എന്ത് വരും? 1 വരും. അപ്പൊ ഇതിന് എന്താ വരിക? 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2 മൈനസ് 1 1. അപ്പൊ ഏതാ ആൻസർ വരിക? 2/999. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/4 6/5 9/8 8/7 ഈ വരുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. നിങ്ങൾ ഇതിന് പോയിന്റ് വെച്ചിട്ട് എഴുതാണ് ഇതിൽ നല്ലത്. കാരണം 0.75 ആണ് 3/4 എന്നുള്ളത് അല്ലെ? 6/5 ഇങ്ങനെ എഴുതോ നോക്കൂ. 6/5 വരുമ്പോൾ 5 വരും. പിന്നെ 10 ആണ് വരിക. അപ്പൊ പോയിന്റ് ഇട്ടു 2 വന്നു. അപ്പൊ ഇത് 1.2 ആണ് അല്ലെ? ഇനി 9/8 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 8 10 ഇനി എന്ത് വരും? പോയിന്റ് ഇടുക. അപ്പൊ 1 8 20 2 16 40 എന്ത് വരും? 8 40. അപ്പൊ 1.125 ആണ് വരുന്നത്. 8/7 എന്ത് വരും? 8/7 1 7 10 എത്ര വരും? 1 7 അല്ലെ? 3 30 എന്ത് വരും? 4 7 28 അല്ലെ? 20 ഇത്രയും മതി. 1.14 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇനി ബാക്കി ഇല്ലെങ്കിലും പ്രശ്നമില്ല അല്ലെ? അപ്പൊ ഇനി ഏറ്റവും ചെറുത് ഏതാണ്? 3/4 ആണ്. അപ്പൊ ആദ്യം 3/4 എഴുതുക. പിന്നത്തെ ചെറുത് ഏതാണ് നോക്കൂ? 1.14 ആണ്. അപ്പൊ ഏതാണ്? 1.14 1 2 ആണ് ഏറ്റവും ചെറുത് അല്ലെ? പിന്നത്തെ ചെറുത് 9/8 ആണ്.
പിന്നത്തെ ചെറുതാണ് 8/7 1.14 എന്നുള്ളത്. പിന്നത്തെ ചെറുത് ഏതാണ് 1.2. അപ്പൊ ഏതാണ് ആദ്യം എഴുതുക? 3/4 9/8 8/7 6/5. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1/n പ്ലസ് 2/n പ്ലസ് 3/n പ്ലസ് എക്സിട്ര പ്ലസ് n/n ഈക്വൽ ടു. ഇതില് 1/n എന്നുള്ളത് ഞാൻ പുറത്തേക്ക് എടുത്താൽ നിങ്ങൾ ബാക്കി എന്ത് വരും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സിട്ര പ്ലസ് n വരും. ഇത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അതിനെ കാണാനുള്ള വാക്യം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഇവിടെ ഒരു 1/n ഇൻറ്റു ഉണ്ട് അല്ലെ? 1/n ഇവിടെ ഉണ്ട്. ഇതിന്റെ ബാക്കിയാണ് n ഇൻറ്റു n പ്ലസ് 1/2. അപ്പൊ n ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ബാക്കി എന്താണ് വരിക? n പ്ലസ് 1/2. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിനായി കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്